ഇന്നവേറ്റീവ് PSC ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന 10th പ്രിലിംസ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. വീഡിയോ ഉപകാരമായി തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യണേ. നിങ്ങൾ നൽകുന്ന ഈ സപ്പോർട്ടുണ്ടല്ലോ, അതാണ് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഊർജം നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഇനി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: WTO സ്ഥാപിതമായ വർഷം. ആൻസർ ഓപ്ഷൻ എ 1995. WTO അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ലോക വ്യാപാര സംഘടന രൂപീകരിക്കുവാൻ കാരണമായ ഉച്ചകോടിക്ക് വേദിയായ നഗരം മാരങ്കേഷ് മൊറോക്കോയിലാണ്. 1994 ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് 1995 ജനുവരി 1. അടുത്ത ക്വസ്റ്റ്യൻ: പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം. ഓപ്ഷൻ സി ഇരവിപേരൂർ, പത്തനംതിട്ട ജില്ലയിലാണ്. കുമാരഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് പൊയ്കയിൽ യോഹന്നാനെയാണ്. പൊയ്കയിൽ യോഹന്നാൻ്റെ ജന്മസ്ഥലം ഇരവിപേരൂരാണ്, പത്തനംതിട്ട ജില്ലയിലാണ്. പൊയ്കയിൽ യോഹന്നാൻ്റെ ബാല്യകാല നാമം കൊമാരൻ അഥവാ കുമാരൻ എന്നും അറിയപ്പെടും. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. അത് സ്ഥാപിച്ച വർഷം 1909. അതിൻ്റെ ആസ്ഥാനം ഇരവിപേരൂരാണ്. അതുപോലെ തന്നെ സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്തൻ ജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ച വ്യക്തിയും പൊയ്കയിൽ യോഹന്നാനാണ്. ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവും പൊയ്കയിൽ യോഹന്നാനാണ്. അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭം നടത്തിയ ആളും പൊയ്കയിൽ യോഹന്നാനാണ്. ശ്രീമൂലം പ്രജാസഭയിലേക്ക് 1921 1931 തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. രക്തമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം. ഇത് PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണല്ലേ. ഓപ്ഷൻ എ 1993. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ ഹീരാലാൽ സമാരിയയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. അതിനുശേഷം 2 പ്രാവശ്യം അത് ഭേദഗതി ചെയ്തിട്ടുണ്ട്, 2006 2019. 2019 ഭേദഗതി പ്രകാരം അംഗങ്ങളുടെ എണ്ണം 6 മാറി. ചെയർമാനും 5 അംഗങ്ങളും. അതിൽ ഒരു വനിത നിർബന്ധം. 5 അംഗങ്ങളിൽ ഒരാൾ വനിത ആയിരിക്കണം എന്നാണ് ഭേദഗതി അനുസരിച്ച് പറയുന്നത്. അധ്യക്ഷൻ റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ ആയിരിക്കണം. കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന വാർഷിക റിപ്പോർട്ട് സർക്കാർ എന്ത് ചെയ്യും? ലോകസഭയ്ക്കും രാജ്യസഭയ്ക്കും കൈമാറും. കമ്മീഷനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. കമ്മീഷൻ രാജിക്കത്ത് നൽകുന്നതും രാഷ്ട്രപതിക്കാണ്. കമ്മീഷൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്നാണ്. 3 വർഷത്തിന് ശേഷം ചെയർമാന് വീണ്ടും ചെയർമാനായും അംഗങ്ങൾക്ക് വീണ്ടും അംഗങ്ങളായും നിയമിക്കപ്പെടാൻ യോഗ്യതയുണ്ട്. 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണുള്ളത്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ, ദേശീയ പിന്നോക്ക വിഭാഗം ചെയർമാൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ, അംഗവൈകല്യമുള്ളവരുടെ കമ്മീഷൻ ചെയർമാൻ. ഇവരാണ് 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. എന്താണ്?
തെറ്റായതാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ ബി പെറ്റർലു കൂട്ടക്കൊല, റഷ്യൻ വിപ്ലവം. എന്താണ് തെറ്റായതുള്ളത്? അപ്പോൾ ശരിയായത് എന്തൊക്കെയാന്ന് നോക്കാം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. പാരീസ് ഉടമ്പടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഈ പെറ്റർലു കൂട്ടക്കൊല വ്യവസായ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. വ്യവസായ വിപ്ലവത്തെ തുടർന്നിട്ട് ഉയർന്നു വന്ന തൊഴിലാളികളുടെ അവകാശ സമരങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു പെറ്റർലു കൂട്ടക്കൊല എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിൽ 1800 പാസ്സാക്കിയ ഒരു നിയമം ഉണ്ടായിരുന്നു, കോമ്പിനേഷൻ നിയമം എന്ന് പറയുന്നത്. അതെന്ത് ചെയ്തു? തൊഴിലാളികൾ സംഘം ചേരുന്നതിന് നിരോധിച്ചുകൊണ്ടുള്ള ഒരു നിയമമായിരുന്നു അത്. അപ്പം അതിനെതിരെ എന്ത് ചെയ്തു? ജനങ്ങൾ 1819 ആഗസ്റ്റ് മാസത്തിൽ ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലുള്ള സെൻറ്റ് പീറ്റേഴ്സ് ഫീൽഡിൽ 80,000-ഓളം ആളുകൾ എന്ത് ചെയ്തു? ഒരു പ്രതിഷേധ സമ്മേളനം എന്നോളം എന്ത് ചെയ്തു? അവിടെ പങ്കെടുത്തു. അങ്ങനെ അവർ സമാധാനപരമായിട്ടായിരുന്നു അവിടെ പ്രകടനമൊക്കെ നടത്തിയത്. പക്ഷേ ഇതിനെതിരെ നമ്മുടെ ജാലിയൻ വാലാബാഗ് പോലെ തന്നെ സമാധാനപരമായിട്ട് ഇങ്ങനെ ഒരു പ്രകടനം നടത്തിക്കൊണ്ടിരിക്കെ ഇതിനെതിരെ ആര് വെടിവെച്ചു? ബ്രിട്ടീഷുകാർ വന്നിട്ട് വെടിവെച്ചു. അങ്ങനെ 11 പേര് എന്ത് ചെയ്തു? മരണമടഞ്ഞു. അതിൽ 700 പേർക്ക് പരിക്കേറ്റും ചെയ്തു. ഇതാണ് പെറ്റർലു കൂട്ടക്കൊല എന്ന് പറയുന്നത്. ഈ സംഭവത്തെ തുടർന്നിട്ട് നമ്മുടെ തൊഴിലാളികൾക്ക് എന്ത് ചെയ്തു? അവരുടെ ആവശ്യങ്ങളൊക്കെ പരിഗണിക്കാൻ അധികാരികൾ നിർബന്ധിതരായി എന്ന് തന്നെ പറയാം. അതാണ് പെറ്റർലു കൂട്ടക്കൊല എന്ന് പറയുന്നത്. 1800, 1819 കാലഘട്ടങ്ങൾ. 1819 ശരിക്കും പെറ്റർലു കൂട്ടക്കൊല നടക്കുന്നത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഫ്രഞ്ച് വിപ്ലവം നടന്നത് 1789. ഈ ഫ്രാൻസിലെ ഭരണാധികാരികളെ നമ്മൾ ബുർബോൺ രാജാക്കന്മാരെന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ഈ ബുർബോൺ രാജാക്കന്മാരും പുരോഹിതന്മാരും പ്രഭുക്കന്മാരൊക്കെ നയിച്ച ആഡംബര ജീവിതം, അതുപോലെ തന്നെ ധൂർത്ത്, അവിടെ നടത്തിയ യുദ്ധങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്തു? അതുപോലെ അതിന് പുറമെ എന്ത് ചെയ്തു? ഈ ഫ്രാൻസിൽ വരൾച്ചയും വന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൃഷിനാശമൊക്കെ ഉണ്ടായി. ഇതൊക്കെ എന്ത് ചെയ്തു? ഫ്രാൻസിന് സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രയാസത്തിലാക്കി. അപ്പം അങ്ങനെ ഇരിക്കെ ആ സമയം തന്നെയാണ് ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. ആ സമയത്ത് ഫ്രാൻസ് എന്ത് ചെയ്തു? ഈ അമേരിക്കക്കാരെ സഹായിക്കുകയും ചെയ്തു. സാമ്പത്തികമായിട്ടും സൈനികമായിട്ടൊക്കെ ആരെ സഹായിച്ചു? ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് വളരെയധികം സഹായം ഫ്രാൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഫ്രാൻസിനെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടു. അങ്ങനെ ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? നികുതി ഉയർത്താൻ തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ജനങ്ങളുടെ മേലിൽ ഒരു പുതിയ നികുതി അങ്ങ് ചുമത്തിയാൽ പരിഹരിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് അവർ 1789 ചക്രവർത്തിയായ ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. കുറേ കാലമായിട്ട് ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴവർ വിളിച്ചു ചേർക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു വെച്ചാൽ ഈ സ്റ്റേറ്റ് ജനറലിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മുടെ ഫ്രഞ്ച് സമൂഹത്തിന് 3 എസ്റ്റേറ്റുകളായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഈ സ്റ്റേറ്റ് ജനറലിൻ്റെ അവസ്ഥയും. 3 എസ്റ്റേറ്റുകളായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു വെച്ചാൽ വോട്ട് ചെയ്യുന്ന രീതിയും അതുപോലെയാക്കി. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി, അല്ലാതെ അംഗത്തിന് വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ ഈ 2 എസ്റ്റേറ്റുകളും രാജാവിനെ അനുകൂലിക്കും. താഴ്ന്ന ജനങ്ങളല്ലേ, 3-ാമത്തെ എസ്റ്റേറ്റ് ആയിട്ടുള്ള സാധാരണ ജനങ്ങളാണ് നികുതി അടക്കേണ്ടത്. അപ്പോൾ അവർ എന്ത് ചെയ്യേണ്ടത്? ഈ 3-ാമത്തെ എസ്റ്റേറ്റാണ് ഏറ്റവും കൂടുതലുള്ളത്. 621 ആളുകൾ 3-ാമത്തെ എസ്റ്റേറ്റിലുണ്ട്. മറ്റേ 1-ാമത്തെ എസ്റ്റേറ്റിൽ 285 ആളുകളും 2-ാമത്തെ എസ്റ്റേറ്റിൽ 308 ആളുകളേ ഉള്ളൂ. അവർ ഏകദേശം 500 സംതിങ്ങേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ വോട്ട് ഓരോ വ്യക്തികൾക്കാക്കിയിട്ടുണ്ടെങ്കിൽ, ഓരോ വ്യക്തികൾക്കും വോട്ട് നൽകുകയാണെങ്കിൽ എന്തായാലും ആരായിരിക്കും? 3-ാമത്തെ എസ്റ്റേറ്റ് ആയിരിക്കും വിജയിക്കുക. അപ്പോൾ പക്ഷേ അതിന് അവർ തയ്യാറാവാതെ അവരെന്ത് ചെയ്യുന്നു? ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്ന് ശാഠ്യം പിടിച്ചു രാജാവ്. അപ്പോൾ അത് പറ്റൂല, ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണമെന്ന് കോമൺസ് എന്ന് പറയുന്ന 3-ാമത്തെ എസ്റ്റേറ്റ് അവരെന്ത് ചെയ്തു? അവർ ശാഠ്യം പിടിച്ചു. അങ്ങനെ ഈ വോട്ട് ചെയ്യുന്നതിൻ്റെ തർക്കം മൂത്തപ്പം 3-ാമത്തെ എസ്റ്റേറ്റ് ഞങ്ങളാണ് ഇവിടുത്തെ ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്നും പറഞ്ഞിട്ട് അവരടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ അങ്ങ് സമ്മേളിക്കുകയും ഫ്രാൻസിന് ഒരു ഭരണഘടന തയ്യാറാക്കുന്നത് വരെ, ഫ്രാൻസിനായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ തങ്ങൾ പിരിഞ്ഞു പോകുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് ഒരു പ്രതിജ്ഞ എടുത്തു. ഈ പ്രതിജ്ഞയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. ചൈനയിലെ
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന മാവോ സെ തൂങ് 1934 തെക്കൻ ചൈനയിലെ ക്യാങ്സിയിൽ നിന്ന് പടിഞ്ഞാറ് യമനിലേക്ക് ഒരു യാത്ര ആരംഭിച്ചു. ഈ യാത്രയിലുടനീളം ധാരാളം കൃഷിഭൂമിയും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചിട്ട് അത് കർഷകർക്ക് നൽകുകയും ചെയ്തു. ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്രയാണ് ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് ചൈനീസ് ജനതയുടെ പോരാട്ടത്തിൻ്റെ പ്രതീകമായിട്ട് കമ്മ്യൂണിസ്റ്റുകളും മാവോസയും മാറി. അതിനുശേഷം 1949 ഒക്ടോബർ 1 ചൈന മാവോ സെ തൂങ്ങിൻ്റെ നേതൃത്വത്തിൽ ജനകീയ റിപ്പബ്ലിക്കായി മാറി എന്നാണ് പറയുന്നത്. പാരീസ് ഉടമ്പടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോകപ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുകയുണ്ടായി. സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടെയാണ്. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധം 1781 അവസാനിച്ചു. അതിനുശേഷം 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കക്കായി ഒരു ഭരണഘടന തയ്യാറാക്കി. പുതിയ ഭരണഘടന പ്രകാരം അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായിട്ട് ജോർജ് വാഷിങ്ടൺ തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചതാണെങ്കിൽ ഉത്തരം ലഭിക്കേണ്ട സമയപരിധി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി 48 മണിക്കൂർ. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് 2005 ജൂൺ 15 വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഭരണ സുതാര്യത ഉറപ്പുവരുത്തുകയായിരുന്നു വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യം. ഈ നിയമം നിലവിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് നിയമം പാസാക്കിയ രാജ്യം രാജസ്ഥാനാണ്. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് APJ അബ്ദുൽ കലാമാണ്. വിവരാവകാശ നിയമത്തിലെ പട്ടികകളുടെ എണ്ണം 2. ഇന്ത്യൻ ജനാധിപത്യത്തിലെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നതും ഈ വിവരാവകാശ നിയമത്തെയാണ്. ലോകത്തിലെ തന്നെ ആദ്യ വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡനാണ്. 1766 വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്നത് വിവര സ്വാതന്ത്ര്യ നിയമമാണ്. അതുപോലെ തന്നെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം. അത് അപേക്ഷ നമ്മൾ സമർപ്പിക്കുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ അത് 35 ദിവസത്തിനുള്ളിലാണ് നമുക്ക് മറുപടി ലഭിക്കുക. അതേസമയത്ത് ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യത്തിനെയും സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ വിവരം ലഭിക്കണം. ഇനി വിവരം ലഭിക്കാൻ സമയപരിധിക്കുള്ളിൽ നമുക്ക് ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഒരു ദിവസത്തിന് 250 രൂപ പിഴ അടക്കണം. അത് പരമാവധി 25,000 രൂപ വരെ പിഴ അടക്കാം. വിവരാവകാശം ലഭിക്കുന്നതിന് ഫീസ് ഇല്ലാത്ത വിഭാഗമാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്. 1997 എന്നാൽ നിയമം നിലവിൽ വന്നതിന് ശേഷം ആദ്യം പാസാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ്. വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കുന്നതിന് പ്രേരകമായ സംഘടനയാണ് മസ്തൂർ കിസാൻ ശക്തി സംഘാതൻ. ഇതിന് നേതൃത്വം നൽകിയത് അരുണ റോയ് ആണ്. ഈ സംഘടന സ്ഥാപിക്കപ്പെട്ടത് രാജസ്ഥാനിലാണ്. അതുപോലെ വിവരാവകാശ നിയമം ബന്ധപ്പെട്ടിരിക്കുന്ന മൗലിക അവകാശം ഏതെന്ന് ചോദിച്ചാൽ അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര സർവീസുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 2ഉം 3ഉം. അഖിലേന്ത്യാ സർവീസിന് ഉദാഹരണമാണ് ഇന്ത്യൻ പോലീസ് സർവീസ്. അതുപോലെ എന്നാൽ കേന്ദ്ര സർവീസിനുമായി ബന്ധപ്പെട്ടതാണ്. കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു.
ഇന്ത്യൻ റെയിൽവേ സർവീസ് ഇതിന് ഉദാഹരണമാണ്. ഇതിനാണ് ഉദാഹരണം? കേന്ദ്ര സർവീസിനാണ് ഉദാഹരണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് രണ്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാന സർവീസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3. സെയിൽസ് ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിന്റെ ഭാഗമാണ്. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഇന്ത്യൻ സിവിൽ സർവീസിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ. അഖിലേന്ത്യാ സർവീസിൽ ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. അതുപോലെ തന്നെ അതിന് എക്സാമ്പിളുകളാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്. IAS-ഉം IPS-ഉം ഓൾ ഇന്ത്യ സർവീസിന് ഉദാഹരണമാണ്. ഇനി കേന്ദ്ര സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. എക്സാമ്പിളാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്. മൂന്നാമത്തെ സംസ്ഥാന സർവീസുകളാണ്. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം സെയിൽസ് ടാക്സ് ഓഫീസർ. അടുത്ത ക്വസ്റ്റ്യൻ, പൊതുഭരണവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3. ഒന്നാമത്തെ പറയുന്നത് എന്താണ്? പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. മൂന്നാമത്തെ എന്താ പറയുന്നത്? ജനക്ഷേമം മുൻനിർത്തിയാണ് പൊതുഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഇതും SCERT-യിൽ നിന്നാണ്, ഒരേ ചാപ്റ്റർ എന്നുള്ളതാണ്. പൊതുഭരണത്തെ കുറിച്ചിട്ട് SCERT 10th പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. പൊതുഭരണത്തിന്റെ പ്രാധാന്യം എന്നൊരു ടോപ്പിക്, ഒരു ഹെഡിങ് ഉണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ജനക്ഷേമം ഉറപ്പിക്കാനുമാണ് പൊതുഭരണത്തിലൂടെ ഗവൺമെന്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പൊതുഭരണത്തിന്റെ പ്രാധാന്യം എന്തെന്ന് അവിടെ ബോക്സ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു, ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. എല്ലാവരുടെയും താൽപര്യ സംരക്ഷണമാണ് പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിടുന്നത്. അതുപോലെ ഗാന്ധിജി പറയുന്നൊരു വാക്ക്, ഒരു കൊട്ടേഷനിൽ പറയുന്നുണ്ട്: നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക. ഇതാണ് മഹാത്മാഗാന്ധിയുടെ പൊതുഭരണവുമായി ബന്ധപ്പെട്ടുള്ള വാക്കുകൾ. അതുപോലെ കൂടുതൽ പരിഗണനയും പരിരക്ഷയും വേണ്ടവർക്ക് പൊതുഭരണം പ്രത്യേകമായി അവരെ പരിഗണിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം, അതായത് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു എന്നാണ് പറയുന്നത്. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയം ഇന്ത്യയിലെ പൊതുഭരണ കാഴ്ചപ്പാടിനെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. ഇതിന്റെ പരിണിത ഫലമായിട്ടാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകിയത്. ഇതനുസരിച്ചിട്ടാണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1812 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിന്റെ കാരണം. ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3. മൂന്നും ശരിയാണ്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയതാണ് കാരണം. രണ്ടാമതെന്താ? നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചത്. നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. 10ാം ക്ലാസ്സിലെ SCERT പുസ്തകത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ഇതും. വയനാട്ടിലെ ഗോത്രജനതരായ കുറിച്യരും കുറുമ്പരുമാണ് കുറിച്യ കലാപം നടത്തിയത്. 1812 നടന്ന കലാപത്തിന്റെ കാരണങ്ങളായിരുന്നു ബ്രിട്ടീഷുകാർ അമിതമായി നികുതി ചുമത്തിയത്, നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചത്, നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. കലാപം നടന്നത് കുറിച്യ നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു. തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടറായ TH ബേബർ കലാപത്തെപ്പറ്റി ഇങ്ങനെ രേഖപ്പെടുത്തി: 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ
രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. അടുത്ത ക്വസ്റ്റ്യൻ, ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി? ആൻസർ ഓപ്ഷൻ ബി, PC മഹൽനോബിസ്. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് USSRൽ നിന്നാണ്. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയ മേഖല എന്ന് പറയുന്നത് കൃഷിയും ജലസേചനത്തിനുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ കാർഷിക പദ്ധതി എന്നും അറിയപ്പെടുന്നു. അതുപോലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി തന്നെയാണ് കുടുംബാസൂത്രണ പദ്ധതി എന്നും അറിയപ്പെടുന്നത്. കുടുംബാസൂത്രണ പദ്ധതിക്ക് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയും ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇത് ഹരോഡ് ഡോമർ മാതൃക എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളിയായിരുന്നു KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയതും ഈ KN രാജ് തന്നെയാണ്. മഹൽനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വ്യവസായിക പുരോഗതിയായിരുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച ഇരുമ്പുരുക്ക് ശാലകളാണ് ദുർഗാപൂര് പശ്ചിമ ബംഗാളിലെ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ, ഭിലായ് ഛത്തീസ്ഗഡ് റഷ്യയുടെ സഹായത്തോടെ, റുർക്കേല ഒഡീഷയിൽ ജർമ്മനിയുടെ സഹായത്തോടെ. വൻ വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പഞ്ചവത്സര പദ്ധതിയായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതക്കായിരുന്നു. ബാങ്ക് ദേശസാൽക്കരണം നടന്നത് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അതുപോലെ ഗരീബി ഹട്ടാവോ എന്ന ആഹ്വാനം നടത്തിയിട്ടുള്ളത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ശ്രീമതി ഇന്ദിരാഗാന്ധി 1975 20 പരിപാടികൾ നടപ്പിലാക്കിയതും അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അതുപോലെ കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. റോളിംഗ് പ്ലാൻ സംവിധാനം ആവിഷ്കരിച്ചത് ജനതാ ഗവൺമെന്റിന്റെ കാലത്താണ്. ഇനി പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി വാർഷിക പദ്ധതികളിലാണ് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത്. ആ സമയത്തുണ്ടായിരുന്ന ഗവൺമെന്റ് നരസിംഹറാവു ഗവൺമെന്റ് ആയിരുന്നു. അതുപോലെ റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. പഞ്ചായത്ത് രാജ് നിലവിൽ വന്നതും എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നതും ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ്. കേരള വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച എന്ന ലക്ഷ്യം വെച്ച പദ്ധതിയാണ് 11ാം പഞ്ചവത്സര പദ്ധതി. സുസ്ഥിര വികസനം ലക്ഷ്യം വെച്ചതാണ് 12ാം പഞ്ചവത്സര പദ്ധതികൾ. അടുത്ത ക്വസ്റ്റ്യൻ, കൊങ്കൺ റെയിൽപാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം? ഓപ്ഷൻ എ, കാർബുഡെ. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ബേലാപൂർ ഭവൻ, നവി മുംബൈ, മഹാരാഷ്ട്രയിലാണ്. കൊങ്കൺ റെയിൽപാതയുടെ നീളം 760 കിലോമീറ്ററാണ്. കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്തത് AB വാജ്പേയി 1998 കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മാംഗ്ലൂർ വരെ. കൊങ്കൺ റെയിൽവേ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നിവ. കൊങ്കൺ റെയിൽപാതയിലെ ദൈർഘ്യമേറിയ തുരങ്കമാണ് കാർബുഡെ. അത് ഗോവയിലാണ്, 6.5 കിലോമീറ്ററാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റെയിൽവേ തുരങ്കമാണ് ഈ കാർബുഡെ. ഒന്നാമത്തേത് ജമ്മു കാശ്മീരിലെ പിർപഞ്ചലാണ്. കൊങ്കൺ റെയിൽവേയുടെ മുഖ്യ ശില്പിയാണ് E ശ്രീധരൻ. കൊങ്കൺ മേഖലയിൽ ഓടുന്ന ടൂറിസ്റ്റ് ട്രെയിനാണ് ഡക്കാൻ ഒഡീസി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം? ആൻസർ ഓപ്ഷൻ ഡി, സൂററ്റ്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ് നർമ്മദയും താപ്തിയും. പടിഞ്ഞാറോട്ടൊഴുകുന്നതിൽ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. 1312 കിലോമീറ്ററാണ് നർമ്മദയുടെ നീളം. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നർമ്മദ. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദിയാണ് താപ്തി. ഉപദ്വീപീയൻ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നതിൽ
രണ്ടാമത്തെ വലിയ നദിയും കൂടെയാണ് താപ്തി. ഗോദാവരി, നർമ്മദ എന്നീ നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് താപ്തി. താപ്തിയുടെ തീരത്തുള്ള പ്രസിദ്ധമായ നഗരമാണ് സൂററ്റ്. താപ്തി നദിക്കരയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് കാക്രപ്പാറ, ഉത്കായ് എന്നിവ. അടുത്ത ക്വസ്റ്റ്യൻ, EV രാമസ്വാമി നായ്ക്കറുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം. ആൻസർ ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം. വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറെയാണ്. 1924 മാർച്ച് 30 പുലയ, ഈഴവ, നായർ സമുദായ അംഗങ്ങളായ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നീ 3 യുവാക്കളിലൂടെ ആരംഭിച്ച സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കന്മാരാണ് TK മാധവൻ, K കേളപ്പൻ, CV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ. വൈക്കം മഹാദേവ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചാണ് വൈക്കം സത്യാഗ്രഹം നടന്നിട്ടുള്ളത്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗമാണ് അകാലികൾ. വൈക്കം സത്യാഗ്രഹം 603 ദിവസമാണ് നീണ്ടുനിന്നത്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23 അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല. ആൻസർ ഓപ്ഷൻ സി പാലക്കാട്. ഹരിജൻ വിദ്യാർത്ഥികൾക്കായി അകത്തെ തറയിൽ ശബരി ആശ്രമം സ്ഥാപിച്ചത് TR കൃഷ്ണസ്വാമി അയ്യറാണ്. 1923 ആശ്രമം സ്ഥാപിച്ചത്. കേരളത്തിലെ സബർമതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ശബരി ആശ്രമത്തെയാണ്. 1923 KPCCയുടെ ആഭിമുഖ്യത്തിൽ മിശ്രഭോജനത്തിന് നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യർ, K കേളപ്പനും കൂടെയാണ്. പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ച വ്യക്തിയാണ് TR കൃഷ്ണസ്വാമി അയ്യർ. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി. ആൻസർ ഓപ്ഷൻ സി സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ടുകൾ. 5 തരത്തിലുള്ള റിട്ടുകളാണുള്ളത്. 1 ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോവാറന്റോ, പ്രൊഹിബിഷൻ, ഷെർഷോററി എന്നിങ്ങനെ 5 റിട്ടുകളാണ് ഉള്ളത്. ഭരണഘടനയുടെ 32 വകുപ്പ് അനുസരിച്ചിട്ടാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. എന്നാൽ ഭരണഘടനയുടെ 226 വകുപ്പ് അനുസരിച്ചിട്ടാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. അതുപോലെ മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് 32ാമത്തെ അനുച്ഛേദമാണ്. ഈ 32ാം അനുച്ഛേദത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ. ആൻസർ ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 24. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 3 12 മുതൽ 35 വരെയുള്ള വകുപ്പുകളിലാണ്. ഈ മൗലിക അവകാശങ്ങൾ എന്നത് ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ളത് USA-യിൽ നിന്നാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നും ഭരണഘടനയുടെ ആണിക്കല്ല് എന്നൊക്കെ അറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളെയാണ്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. ഈ 6 മൗലിക അവകാശങ്ങളിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം എന്നിങ്ങനെ 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. ആർട്ടിക്കിൾ 32 പറയുന്നത് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശമാണ്.
ആർട്ടിക്കിൾ 21 ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഉൾക്കൊള്ളുന്നു. ഈ മൗലിക അവകാശങ്ങളുടെ അടിത്തറയായിട്ട് പരിഗണിക്കപ്പെടുന്നതും 21 ആർട്ടിക്കിളാണ്. അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ 21 വകുപ്പ് അനുസരിച്ചിട്ടാണ്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള വകുപ്പും 21A ആണ്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രവീന്ദ്രനാഥ ടാഗോറെ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മസമാജം കേരളത്തിൽ പ്രചരിപ്പിച്ച നവോത്ഥാന നായകനാണ് അയ്യത്താൻ ഗോപാലൻ. അദ്ദേഹം 1798 കേരളത്തിൽ ബ്രഹ്മസമാജം പ്രചരിപ്പിച്ചത്. റാവു സാഹിബ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനും അയ്യത്താൻ ഗോപാലനാണ്.